സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ രണ്ടത്താണിയിൽ വെച്ച് വായിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ നേതാവായ ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ, അതേപോലെ അമാനി മൗലവിയുടെ പരിഭാഷ, അതിലൊക്കെ അവർ നേരത്തെ അർത്ഥം വെച്ച അർത്ഥം ഇപ്പൊ മാറ്റിയിരിക്കുകയാണ്. യൗമ യുക്ശഫു അൻ സാഖ് എന്ന് ഖുർആനിൽ ഒരായത്തുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, നബി തങ്ങളുടെ അരുമ ശിഷ്യനാണ്, സഹാബികളിൽ വലിയ പ്രമുഖനാണ്, നബി തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനുമാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മഹാനവറുകൾ അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. യൗമ യുക്ശഫു അൻ സാഖ്, എന്താണ് അതിന് പറഞ്ഞ വ്യാഖ്യാനം? അത് തന്നെയാണ് ഉമർ മൗലവിയും അമാനി മൗലവിയും ഒക്കെ പഴയ കാലത്തെ പരിഭാഷകൾ എഴുതി വെച്ചത്. കാര്യം കൊടുമ്പിരി കൊള്ളുന്ന ദിവസം, കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ മുജാഹിദിന്റെ അൽമനാറിൽ പറയുന്ന അർത്ഥം എന്താ അറിയോ? അല്ലാഹു തആല അവന്റെ കണങ്കാല് വെളിവാക്കുന്ന ദിവസം. പടച്ചോന് കാലുണ്ട്, അതങ്ങനെ വെളിവാക്കൂ, അല്ലാഹ് തുടി നീക്കൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വിശ്വാസമുള്ളവൻ സ്വർഗ്ഗത്തിൽ കിടക്കുവോ? ഈമാൻ കിട്ടുവോ? ഇപ്പൊ ചിലർ ചോദിക്കും, ചിലർ മനസ്സിലാക്കും, ഈ സുന്നി മുസ്ലിയാമാർ എപ്പോഴും ഈ സുന്നിസം പറയുന്നു, അല്ലാത്തവർ എതിർക്കുന്നു. അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം പറയും. നിസ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ, നോമ്പെടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഭാര്യനോട് നല്ലവർക്ക് പെരുമാറണമെന്ന് പറഞ്ഞില്ലേ, ഭർത്താവിനോട് നല്ല പെരുമാറ്റാണോന്ന് പറഞ്ഞില്ലേ. എന്തിനാ? അതും പണ്ഡിതന്മാരെ കർത്തവ്യമാണ് ജനങ്ങളെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളത്. വിശ്വാസം ക്ലിയറായില്ലെങ്കിൽ സ്വർഗത്തിൽ കിടക്കൂല, അള്ളാന്റെ ലഅനത്തുണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദഥ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹദ്ദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിയെ ചേർത്ത് പിടിച്ചാൽ, അവരെ ചേർത്ത് പിടിച്ചാൽ. അതെ, നമ്മൾ ആരെങ്കിലും ദുർഗന്ധമുള്ള ഒരു സാധനം ചേർത്ത് പിടിക്കുവോ? സുഗന്ധമുള്ളതല്ലേ ചേർത്ത് പിടിക്കുള്ളൂ. നമ്മൾ ആരെങ്കിലും ഒരു കോവിഡ് രോഗിയെ പോയിട്ട് അണച്ചു കൂട്ടുവോ? ഇല്ലല്ലോ. ഒരു കുഷ്ഠരോഗിയെ പോയിട്ട് നമ്മൾ അണച്ചു കൂട്ടുവോ, കൈ കൊടുക്കുവോ? കാരണം ആ രോഗം പകരും. രോഗേ പകരുള്ളൂ, ആരോഗ്യം പകരൂല്ല. നിങ്ങൾ ആരോഗ്യം കേട്ടിനോ? അയാൾ ആരോഗ്യം ഇയാൾക്ക് പകർന്നു. അങ്ങനെ ആരോഗ്യം പകരൂല്ല, രോഗം മാത്രമേ പകരുള്ളൂ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഔവാ മുഹദ്ദിസൻ, വല്ലവരും പുത്തൻവാദിയെ ചേർത്ത് പിടിച്ചാൽ, പുത്തൻവാദി ആയാലും ചേർത്ത് പിടിച്ചാലും, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, സർവ്വ നല്ല ജനങ്ങളുടെയും ലഅനത്തുണ്ട്, ശാപമുണ്ട്. അല്ലാഹുവിന്റെ ലഅനത്ത്, അതേ മലക്കുകളുടെ ലഅനത്ത്, സർവ്വ മഹാന്മാരുടെ ലഅനത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലാ, അവന്റെ ഒരൊറ്റ ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വിട്ടാൽ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ ചേർത്ത് പിടിച്ചാൽ, അവന്റെ ഒരൊറ്റ ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസാണ്. സുഹൃത്തുക്കളെ, വിശ്വാസം ക്ലിയർ ആകണം, കർമ്മങ്ങളും റെഡിയാകണം. അല്ലഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വു ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കളെല്ലാം ഖിയാമത്ത് നാളിൽ ശത്രുക്കളാണ് എന്ന് ഖുർആൻ. സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ച് സൗഹൃദം പുലർത്തുന്നവരും ജീവിക്കുന്നവരും ഒഴികെ. അപ്പൊ അള്ളാഹുവിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അള്ളാഹുവിന്